guys, welcome back to my new channel Mr. Master Vlog. Guys, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ പറയുക ഒരു ഡാമായി ലൈഫാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രാവിലെ പല്ലെല്ലാം തേച്ച് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വേറെ കാര്യം നിങ്ങൾ വിചാരിക്കണ്ട, ഇപ്പം നേരെ തന്നെ ഉറക്കത്തിന് എണീച്ച് ക്യാമറ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ റൂം കാണിക്കുന്നു, റൂമിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ രാവിലെയും പിന്നെ ഉച്ചക്കും പുറത്തുനിന്നാണ് കഴിക്കുന്നത്. കാരണം എല്ലാം കൂടി ആവില്ല. രാത്രി നമുക്ക് നോക്കാം, ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ആദ്യം എന്താക്കാം, ഒരു ബ്ലാക്ക് ടീ. അമ്മേ പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീ. കഴിഞ്ഞിട്ട് 4 ദിവസമായി. പൂമുഖത്താരാടാ നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? തെറി കേട്ടാൽ ഇനിയിപ്പോൾ നമുക്ക് തന്നെ പോയി ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. ഐസ് അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് ചായ. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയാട്ടാ ചെയ്യാം. ഒറ്റക്കായതുകൊണ്ട് റൂമിലിപ്പോൾ ഒറ്റക്കാണ്. മുനിയറുണ്ടാകുമ്പോൾ മുനിയറുണ്ടാകുമ്പോൾ പിന്നെ നമ്മളങ്ങനെ ഉണ്ടാക്കല്ല. ഇതാ ചായ. ഇതാണ് ജസ്റ്റ് ഒരു പിന്നെ ഇത് ചപ്പാത്തിയും പിന്നെ ഒരു ഓംപ്ലേറ്റും. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. പിന്നെ രാവിലെ ജസ്റ്റ് ഒന്നൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബുൾസൈയാണ് പുള്ളി അടിച്ചിട്ടുള്ളത്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഇതാണ് നമ്മളെ, ഇതിപ്പോൾ എന്താ പേരിടുക, ചപ്പാത്തി ബുൾസൈ റോൾ. ഓക്കെ, ഞാൻ എല്ലാം രാവിലെ ഇവിടുന്നല്ല, ഓരോ മൂഡിനനുസരിച്ചിട്ടാണ്. നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ പിന്നെ എല്ലാം ഉഷാറായിരിക്കും. ബുൾസൈ റോള് സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ബുൾസൈയും ഒന്ന് ചപ്പാത്തി ആക്കിയിട്ട് എന്താ കാക്ക കരയുന്നത്, കാക്കയാണെന്ന് കരയുന്നില്ല. നല്ല രസമാണ്. രാവിലെ ഇവിടെ കാറ്റും കൊണ്ടിട്ട് നേരത്തെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കോടയിലുണ്ടാവും. ഇപ്പം അതൊന്നുമില്ല. കുറേ ആയി വിചാരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഡയമൈ ലൈഫ് ചെയ്യണമെന്ന്. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ ഡയമൈ ലൈഫ് ആവുന്നില്ല. കാരണം പകുതി സമയം പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അതിപ്പോൾ വാങ്ങാൻ പോവും. പിന്നെ അതേപോലെ തന്നെ ശിരൂർ ടൗണിലൊന്ന് പോകണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ നമ്മളെ കോട്ടേഴ്സിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ പിന്നെ റൂമെല്ലാം അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ ഓക്കെ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വാ. എന്താ പറയുക, ഇതാണ് നമ്മളെ കോട്ടേഴ്സ്. കാണുന്നില്ല, ഇതാ കണ്ടാ മുകളിൽ. ഇതാണ് നമ്മളെ കോട്ടേഴ്സ് എന്ന് പറയുന്നത്. 4 മുറിയാണുള്ളത്. ഇതൊന്ന്, അതൊന്ന്, അടിയിലൊന്ന്, അപ്പുറത്തൊന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം. സ്റ്റെപ്പെല്ലാം ഉണ്ട്, എല്ലാം അടിപൊളി തന്നെയാണ്. ഓക്കെ, നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഇത് നമ്മൾ ചെടിക്ക് വെള്ളം വെച്ചിട്ടില്ലല്ലോ. എൻ്റെ ആകെയുള്ളൊരു ആവശ്യമുണ്ട്. ഇപ്പോൾ മുനീർ ഭായ് ഇപ്പോൾ നാട്ടിലല്ല. അപ്പോൾ നമ്മൾ വെള്ളം കൂടിപ്പോയി. കുഴപ്പമില്ല, അതിൻ്റെ അടിയിൽ തോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂം കാണിച്ചാൽ റൂമിന് മുമ്പിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട്. പുളിയല്ലേ. ഇവിടെ നമുക്ക് എന്താക്കാം, വൈകുന്നേരം സമയത്ത് ജസ്റ്റ് ഒരു കസാലൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ചില്ല് ചെയ്യുക. കസാല ഒന്നുമില്ല, വേറെ കാര്യം. ഓക്കെ, അപ്പം നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മളെ റൂം. ഇതാണ് ബാത്റൂം. വരുന്ന ബാത്റൂം ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതാണ് നമ്മളെ ബാത്റൂം. അടിപൊളിയല്ല, നല്ല ടൈലൊക്കെ ഇട്ടിട്ട് ഉഷാറാണ്. ഓക്കെ, ഷവറെല്ലാം ഉണ്ട്. ഷവർ കാണിച്ചില്ല, ഷവർ. അപ്പോൾ അത് ഇത് ഡൈനിങ് ഹാളാണ്. ഇവിടെ അധികമൊന്നുമില്ല. അതായത് ഇതൊരു റൂം, പിന്നെ ഇത് ഒരു അടുക്കള, ഇത് ഡൈനിങ് ഹാള്, ഒരു ബാത്റൂം, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഹാള് വലിയ ഹാളാണ്. അടിപൊളിയായിട്ട് 2-3-2 നല്ല ഉഷാറായിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിള് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓ കാലിയാട്ടി. ഇത് ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു തട്ടാണ്. ഈ 2 തട്ടുള്ളത് വേണ്ട. മൂപ്പരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ വർക്കാവുന്നില്ല. പിന്നെതാ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തന്നെയാണ്. ഇത് നമ്മൾ മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് എന്നുള്ള ഒരു ചാനലുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല. അതിൻ്റെ ആ ചാനലിൽ പോവുക. ആ ചാനലിൽ നമ്മൾ റോസ്റ്റിംഗ് പരമായിട്ട് കുറച്ച് കോമഡി വീഡിയോസ്, ഫൺ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇതൊരു മിറർ ഡൈനിങ് ഹാളിലുള്ള. ഡൈനിങ് ഹാളിൽ 2 മിറർ ഉണ്ട്. പിന്നെ ഇതാണ് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്, കേരള വിഷൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയല്ലോ, ഒരു മിറർ പിന്നെ രണ്ടാമത്തെ മിറർ. ഇത് സംഭവം എന്തിനാണെന്നറിയാം, ഒറ്റയ്ക്ക് വെക്കുമ്പോൾ സത്യം പറയാം ബോറടിക്കും. അപ്പോൾ പോകുമ്പോൾ എന്താവും, നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കും, ഫുള്ള് മോട്ടിവേഷനൊക്കെ അടിച്ച് നമ്മൾ ഉഷാറാക്കും. ഓക്കെ, പിന്നെ അടുത്ത ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. ബെഡ്റൂം അധികം ഒന്നുമില്ല. ഒരു ബെഡ്, ഇതൊരു തട്ടാണ്.
ഇവിടെ ഞാൻ എന്താക്കി ഒരു സാധനമൊക്കെ ഇങ്ങനെ വെച്ചു. ഇതൊന്നും ആദ്യം ഇല്ല. പിന്നെ ഒരു കോട്ടും പരിപാടി ഇതൊക്കെ വെച്ച് ഒരു വൃത്തിയാക്കി. പിന്നെ ഇതാ അടുത്ത മിറർ ഇതാ, ഇത് വേറൊരു മിറർ. ഇതൊക്കെ നമ്മൾ വെച്ചത് ഇതൊന്നും ഓൾറെഡി റൂമിലുള്ളതല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു മിറർ ഉണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റുകളില്ലേ, ഓരോ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ആ പ്രൊഡക്റ്റിനൊപ്പം കിട്ടിയ പേക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ സോണി ZV-ൻ്റെ ബോക്സ് ആണ്. ഇത് ലൈറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ ക്യാമറ ക്ലീൻ ചെയ്യുന്നൊരു സാധനം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളല്ലോ. പിന്നെ അതേപോലെ തന്നെ എന്താ ആ വടിയില്ല, ആ വടി എന്തിനാണെന്ന് അറിയാം, ഞാൻ കാണിച്ചത് ഗൈസ്. ആ വടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് സംഭവം എന്താ പറയാ, ഇത് നമ്മളെ ഇതില്ലേ, അതായത് ഫാൻ്റെ വടിയാണ്. അതായത് ഫാൻ്റെ വടി എന്നല്ല, ഫാൻ്റെ ലെഗ് അതിൻ്റെ കാലിന് യൂസ് ചെയ്യുന്നത്. അപ്പം നീളത്തിലുള്ള, അപ്പം ഇവിടെ അത് ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പം അതിന് മുതലാളി ഇവിടുത്തെ ഇതിൻ്റെ മുതലാളി ഇതിൻ്റെ തട്ടിൻ്റെ മുകളിലാണ് കിട്ടിയത്. പക്ഷെ ആക്ച്വലി വെളുത്തുള്ളി ഞാനിവിടെ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോറ് പൂട്ടും ഞാൻ. ജസ്റ്റ് ഇതണ്ട, ആ ഡോറ് ഞാൻ രാത്രി ക്ലോസ് ചെയ്യും. ഓൾറെഡി ഉള്ളിലത്തെ ഇതെല്ലാം ഉള്ളിലത്തെ ഡോറ് ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്യും. ജസ്റ്റ് ഇത് പൂട്ടിടും, ഇതും പൂട്ടിടും ഞാൻ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടല്ലോ. ഇവിടെ ചില സമയത്ത് ആൾക്കാർ ഇങ്ങനെ കാണും, ഒച്ചപ്പാട് ഇതൊക്കെ രാത്രി ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ ചാരി വെക്കും. എന്നിട്ട് അഥവാ രാത്രി ആരെങ്കിലും ആ വാതിൽ പൊട്ടിച്ചിട്ട്, ചിലപ്പോൾ ചിലർ വിചാരിക്കും യൂട്യൂബറൊക്കെ അല്ലേ, അപ്പൊ എന്താ പറയാ, പിന്നെ ഓൾറെഡി നമുക്കൊരു ബിസിനസ് ഉണ്ട്, ബിസിനസ്സിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാന്ന് വെച്ചിട്ട് നമ്മളത് ആക്രമിക്കാനും വന്നതാ. അപ്പൊ ഞാൻ കരുതലിന് വേണ്ടിട്ട് കൈ പോയി അവിടെ ഇത് കൊണ്ടിട്ട് ഒരു കരുതലിന് വേണ്ടി എന്താ ഞാൻ ഈ ഇരുമ്പിൽ ഇത് വിടും. എന്നിട്ട് ആരെങ്കിലും ഡോറ് തുറന്നു അയ്യോ ഞാക്ക് കരുതി കൂട്ടി വെക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് അതുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ എന്താക്കി തരാം, അടുക്കള കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ഇതാണ് നമ്മളെ ചെറിയ അടുക്കള, ചെറിയ അടുക്കള. ഒന്നുമില്ല, ഞാൻ ഒറ്റക്കായതുകൊണ്ട് വേറെ പരിപാടി ഫുൾ അലങ്കോലായിട്ടാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഞാൻ ചോറെല്ലാം വെക്കൂട്ടോ. നിങ്ങളായിരിക്കും ഞാൻ ഫുള്ള് പുറത്തുനിന്ന് ഫുഡ് അടിക്കുന്ന ആളാണ്. ഇത് മറ്റേ മഞ്ഞപ്പൊടിയും വേറെന്തോ. പിന്നെ ഞാൻ നമ്മളെ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന കണ്ണൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതിനൊക്കെ ഇതാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നല്ല അടിപൊളി അച്ചാറാണ്, കടുമാങ്ങ അച്ചാർ. കാണിച്ചര മോനെ, ഇതാ മണത്തോക്ക് സൂപ്പർ സാധനം. ചില സമയത്ത് ചോറിന് കറിയൊന്നും ഉണ്ടാവില്ല, പിന്നെ പുറത്ത് പോയി കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ എന്താക്കും, ഇവിടെ തന്നെ ചോറ് ഇതാക്കിയിട്ട് വെച്ച് വിട്ടിട്ട് ഞാൻ ഈ അച്ചാർ മാത്രം കൂട്ടിയാൽ മതി, പൊള്ളി ടേസ്റ്റാണ്. പിന്നെ ഇതാണ് നമ്മളെ കരണ്ടടുപ്പ് വരുന്നത്. പിന്നെ ഇതൊക്കെ ചെറിയ ചില്ലറ പരിപാടികൾ, ചായക്കോ അതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്തിനാ അല്ലെങ്കിൽ കാണിച്ചത് നിങ്ങളായിരിക്കും. ഇതെന്താ സംഭവം, ഇത് മയിൽപ്പീലിയ. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ പിന്നെ മയിലുകൾ ഇങ്ങനെ, ആരും വേറെ തെറ്റിദ്ധരിക്കണ്ട, അതായത് പിന്നെ നമ്മൾ മയിൽപ്പീലി ഇങ്ങനെ മയിലിട്ട് പോകാന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടിയപ്പോൾ ക്യൂരിയോസിറ്റിയാണ് എടുത്തതാണ്. വലിയ യൂസ്ഫുൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളവിടെ വെക്കും. അടിയത്തോര് കൊടുക്കണത്, അപ്പൊ കൊടുക്കാൻ വിചാരിച്ചിങ്ങനെ നിൽക്കാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ എന്താ ഇതണ്ട, ഇതൊരു മിസ്റ്ററി ബോക്സ് ആന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇതണ്ട, വെരി എക്സ്പെൻസീവ് റെയർ സാധനമാണ്. വേൾഡിൽ തന്നെ യുണീക്ക് പീസിൽ 4-5 ഈ സാധനം ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ദിസ് ഈസ് കാർബൺ ഫൈബർ. ഓക്കെ, എന്നെ ട്രോളണ്ട, കാർബൺ ഫൈബർ എന്നല്ല, ഇത് സ്റ്റിക്കറാണ്. ഇത് ജസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ വെറുതെ എടുത്ത് കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഇത് വീട്ടിൽ തന്നെ കൊണ്ടുപോകണം. അപ്പൊ അത് ഈ ബോക്സിൽ വെറുതെ ഇട്ട് വെച്ചതാ. ഓക്കെ, അപ്പോ ഒക്കെ കഴിഞ്ഞില്ലേ, മിറർ കണ്ട്. നെക്സ്റ്റ് പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായി തരാം, നമ്മുടെ ഈ റൂമിന്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്. വലിയ ഒന്നുമില്ല, വീട്ടിലെ ഡോറെല്ലാം പൂട്ടണം, എല്ലാ ഡോറും പൂട്ടണം. ബാത്റൂമിന്റെ ഡോറ് പൂട്ടും, അടുക്കളന്റെ ഡോറ് പൂട്ടി, റൂമിന്റെ ഡോറ് പൂട്ടി, എല്ലാ വെളിച്ചത്തിനും ക്ലോസ് ചെയ്യണം. നിങ്ങൾ കണ്ട എല്ലാ വെളിച്ചം വന്നിട്ട് ഇവിടെ ജനലടക്കാൻ പോകും. ഈ ജനലടച്ച് ഈ ജനല് ഇപ്പൊ ട്രാൻസ്പെറന്റ് ആയിരുന്നു. നമ്മളെന്താക്കി അതിന് സ്റ്റിക്കർ ഒടിച്ചു, ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഒടിച്ചാൽ ഞാൻ മുന്നീറും കൂടെ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അതെല്ലാം പോയി ഇതായിപ്പോ ഇത് അടച്ചപ്പോൾ കണ്ട ഫുള്ള് ക്ലോസ് ആയില്ല, ഇരുട്ടായില്ല. ഇനി വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ബാറ്ററി, ഈ ബാറ്ററി നമ്മളെന്താ അതിന് ഉപയോഗിച്ച് ജസ്റ്റ് ലൈറ്റ് ഇട്ട് കാണിച്ചാൽ ലൈറ്റ് 2 ലൈറ്റ് ഉണ്ട്. അതൊരു കളർ ബൾബിന്റെ ലൈറ്റ് ഉണ്ട്. കളർ മാറ്റാണ്ട, ഇങ്ങനെ പല കളറിൽ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഇത് നീല, മെറൂണ്, പർപ്പിൾ, ഇത് ചോപ്പ്, അത് പല കളറിൽ കത്തും ചെയ്യും. ഇത് നോർമൽ ബൾബാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താക്കുക, ഈ ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പോകും. അതായത് ഇത് നമ്മൾ മേടിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല, നമ്മൾ ആലപ്പുഴ പോയിട്ട് നമ്മളെ ക്യാമറ സ്കാൻ മേടിച്ചത് ഇതാവാത്ത. അപ്പൊ ഇതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തോന്നാം ഈ ലൈറ്റ് നമ്മൾ ഇതിന് ഉപയോഗിക്കും. കണ്ടോ, സൂപ്പർ ലൈറ്റ് അല്ലേ. ഇത് നമുക്ക് എന്താക്കതാ, ഇങ്ങനെ കൂട്ടാ, വൈറ്റ് ആക്ക, ബ്രൈറ്റ് ആക്ക, എല്ലാം വാമാക്ക, കൂളാക്ക, എല്ലാം ആക്കുക. ഇതിന്റെ ബേക്കിൽ ഇതുണ്ടാ ഇങ്ങനത്തെ ഒരു ഇത് പാനലിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താ കാണാത്ത, ഇതിങ്ങനെ കൂട്ടുന്നതനുസരിച്ച് ഇങ്ങനെ ഇങ്ങോട്ടിലേക്ക്
ഈ 2 ലൈറ്റും നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാണുന്നുണ്ട് നീ പ്രതീക്ഷിക്കുന്നു. കണ്ട ഈ ലൈറ്റ് ഇങ്ങനെ നമ്മൾ തിരിച്ചു വെക്കുക ചെയ്യുക. ഇത് ഞാൻ കൂട്ടി കുറച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ബ്രൈറ്റ് ആണ്, ഇത് വാമാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിപ്പോൾ നല്ല വാമല്ലേ, ഇത് കുറച്ചിങ്ങനെ കുറക്കാം. ഇതിങ്ങനെ കുറച്ച് തീരെ കുറച്ച് നമുക്ക് ഈ ഒരു ലെവലിലേക്കെല്ലാം എത്തി. ഇത് ഭയങ്കരമാണ്. ഇത് ഫുള്ള് വാമല്ലേ, ഇത് ബ്രൈറ്റ് ഇത് ബ്രൈറ്റ് ഇങ്ങനെ കുറക്കുക, അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. ഈ എനിക്ക് തോന്നുന്നു 3500 സംതിങ് അങ്ങനെ എന്തോ ആണ്. നെക്സ്റ്റ് നമുക്കിത് ലൈറ്റ് കത്തിച്ച് വെക്കാം. ലൈറ്റ് ഇല്ലാണ്ടായി പോകണ്ട. ഓക്കെ, നമുക്കിത് ഇങ്ങോട്ട് തിരിച്ചു വെക്കാം. നെക്സ്റ്റ് ഈ ലൈറ്റ്, അതായത് നമ്മൾ സ്റ്റുഡിയോക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിയിട്ട് കാണും. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് എന്നുള്ള പേര് ചെയ്താൽ വേണ്ടി ഒരു ട്രാൻസ്പെറൻറ്റ് ബോർഡ് മേടിച്ചിട്ട് അക്കറിലേക്ക് ഷീറ്റ് മേടിച്ച് അതിന് ചെയ്യാൻ വിചാരിച്ചാണ്. അപ്പോൾ അക്കറിലേക്ക് മേടിക്കണം, കുറേ പണി പെൻഡ് ചെയ്യാം. ഇതെങ്ങനെ ചെയ്തെന്ന് അറിയാം. ഇത് ഒരു ഇങ്ങനത്തെ അഡാപ്റ്റർ മേടിച്ചിട്ട് അതിൽ കണക്ട് ചെയ്ത് ഡയറക്റ്റ് വയർ അതിന് കൊടുത്ത്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ LED സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ മുനീർ ബൈക്കോടല്ല ഓൺ ചെയ്തതാണ്. ഇത് നമ്മളെ അതായത് പിന്നെ ആമസോണിൽ നിങ്ങൾ കാണും 150 രൂപ ലൈറ്റ്, അതായത് പൂച്ചനെ ഓടിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു ലൈറ്റ് കണ്ടിക്കില്ലേ, അതിന് കണക്ഷൻ മാറ്റിയിട്ട് ഈ LED ആക്കിയതാണ്. ഇതെങ്ങനെ കത്തുന്നത്? ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നോക്കിയാൽ മതി. കണ്ടാ, ഇതിങ്ങനെ മിന്നി കളിക്കുകയെല്ലാം ചെയ്യും. ഇത് ഒറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത്രക്കാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു 3 കാലം അടിച്ച് അതിന് മറ്റേ സ്റ്റിക്കർ ബോർഡ് സംഭവം ഒട്ടിച്ച്. അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷം കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ടേബിളൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ റൂമിൽ നിന്ന് ചിലപ്പം ഒരു ഒഴിവാകും ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മാക്ബുക്ക് പ്രോ, ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്ക് നിങ്ങൾ ബുക്കൊന്ന് സ്ഥിരമായിട്ട് വായിക്കുന്ന പ്രതീക്ഷിക്കണ്ടേ. എപ്പോഴെങ്കിലൊക്കെ ബോറടിക്കുമ്പോൾ ഒറ്റയ്ക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഒക്കെ വായിക്കും. ഗൈസ്, ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലാണുള്ളത്. പിന്നെ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ച സമയം ഏകദേശം 1:30-2 മണീൻ്റെ അടുത്തായിരുന്നു. നേരെ പോയി ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഒരു സിംഗിൾ ബിരിയാണി റൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകം എന്താ പറയുക, ഇവിടെ എല്ലാം ഫുഡ് നമുക്ക് ചീപ്പായിട്ട് റൂമിൽ അത് ഇവിടെ തന്നെ വരുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ജസ്റ്റ് റൈസ് മാത്രമേ ഉണ്ടാവും, പീസോ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 30 റുപ്യ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്കെല്ലാം ഉഷാറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരിതാണ്. 30 റുപ്യക്ക്, അതാ ഇത് പ്രത്യേകത. 30 റുപ്യക്ക് നമുക്ക് സിംഗിൾ ബിരിയാണി റൈസ് കിട്ടും. അധികം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡ് ടേസ്റ്റ് കഴിച്ചോക്കാം. ഇവർ കൊടുക്കുന്ന നോർമൽ ബിരിയാണി എന്നാണ്. അതിൽ പീസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. സെയിം ബിരിയാണി 30 റുപ്യ നമുക്ക് സിംഗിൾ ബിരിയാണി റൈസ് കഴിക്കാൻ പറ്റും. ഓക്കെ, ഹലോ ഗൈസ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫുഡൊക്കെ സൂപ്പർ തന്നെയായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നിങ്ങൾ 30 റുപ്യക്കാണ് നമുക്ക് അടിപൊളി സിംഗിൾ ബിരിയാണി റൈസ് കിട്ടിയത്. റൈസ് മാത്രമാണ്, മസാലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കില്ല, നോർമൽ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ചിലപ്പോൾ റൈസൊക്കെ മാറ്റമുണ്ടോ, ഇങ്ങനെ ചീപ്പ് റേറ്റിന് കിട്ടുമ്പോൾ. പക്ഷേ റൈസ് ഒന്നും മാറില്ല. അവരാകെ പീസും കാര്യങ്ങളും മാത്രമേ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ളൂ. അടിപൊളി ബിരിയാണി എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് വേണം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എൻ്റെ ഒരു ദിവസത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സിംഹഭാഗവും പോകുന്നത് വെച്ചാൽ ഇതേപോലത്തെ എഡിറ്റിങ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് എഡിറ്റിംഗ് എല്ലാം ചെയ്യണം. FCPയിൽ എഡിറ്റിങ് കാര്യമൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫുഡൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ചീപ്പ് റൈസിന് ഫുഡ് കാര്യമെല്ലാം കിട്ടുന്ന കടയാണ് ഏറ്റവും ബെറ്റർ കിട്ടുക. കാരണം ചിലപ്പം വലിയ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫുഡൊന്നും ഒരു വകക്ക് കൊള്ളൂല. പക്ഷേ പ്രൈസെല്ലാം അറക്കുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ ആയി. നമ്മളെ ഫഹദ് ഫാസിൽ മറ്റേ ധൂമ സിനിമ പറഞ്ഞ പോലെ തന്നെ ഇതിനെന്തൊരു പൊളിയാണോ, എങ്ങനെയും കണ്ട ആൾക്കാരിൽ ഇത് കഴിക്കുന്നത്. അത് മോശമാണെന്ന് ആൾക്കാർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്. അതങ്ങനെ ഒരു സാധനം ഭയങ്കര പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെന്ന് ആൾക്കാർ പറയും. ഫുഡ് തീരെ ഇല്ലെങ്കിലും ആൾക്കാരൊന്നും പറയില്ല. കാരണം അതിന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ സമയത്തല്ലോ ഇത്തരത്തിലോ ഈ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലോക്കൽ ഹോട്ടൽ കാര്യങ്ങളൊക്കെ അടിപൊളി ഫുഡൊക്കെയാണ്. അപ്പോൾ എന്തായാലും അധികം പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇനി റൂമിൽ പോകണം, എഡിറ്റിങ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, കുറേ എഡിറ്റ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് റൂമിലെത്തി. ഗൈസ്, അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം വൈകുന്നേരമായി കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ടില്ല. എന്ത് മലയാളി അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പം ചായ കുടിക്കാൻ പോകും. ഗൈസ്, അങ്ങനെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. പഴംപൊരി നോക്ക്, അല്ല പരിപ്പോട ക്രിസ്പി. ക്രിസ്പിയോട് കൂടിയുള്ള പഴംപൊരിയാണ്. ചായ സൂപ്പർ, ഏലക്കായിട്ട് അടിപൊളിയായ
ചായയും പരിപ്പടയും കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നതാണ്. കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഇതുണ്ട്, ടൊമാറ്റോ സോസ് അല്ലേ ഇത്, എന്തുവാണ് ചട്ടണി, പുതിന ചട്ടണി, നല്ല അടിപൊളി ക്രിസ്പി പരിപ്പൊടിയും ചായയും, ഏലക്കായ് ചായ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ സാധനം വാങ്ങി വന്നിരിക്കുകയാണ്. ഇതേപോലെ കുറച്ച് സാധനം, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നമ്മളെ ചപ്പാത്തി ഉണ്ട്, പിന്നെ ഇതിൽ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്, പച്ചക്കറി. ഓക്കെ, അപ്പം എന്തായാലും ഇനി ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് വരാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, ഫ്രഷായി. ഇനി ജസ്റ്റ് ഒരു ഡിസൈൻ ഫുഡ് ഉണ്ടാക്കാൻ എന്താ പറയുക, ഇക്കടയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാം, ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം പച്ചക്കറിയൊക്കെ ഉണ്ട്, നമുക്ക് വലിയൊരു മുട്ട നോക്കിയിട്ട് നമുക്ക് എന്താക്കാം. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണ്ടേ. വെള്ളം നമുക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയില്ല. ഒറ്റ മുട്ടയുള്ളൂ, പക്ഷെ നോക്കി ഇത്രയും വെള്ളം നമ്മൾ ഒഴിക്കണം. അപ്പം സത്യം പറഞ്ഞാൽ മുതലാവില്ലല്ല ഈ കറണ്ടിൽ നിന്നും വെക്കുമ്പോൾ. കുറച്ച് മറിച്ചട ഇതാ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇത് നമുക്ക് നേരെ ഇവിടെ വെക്കാം. കരണ്ടടുപ്പിലാണ് ഉണ്ടാക്കല് ഞാൻ. കുറേ നേരം PVP അടിക്കുന്ന സംഭവം എന്താ എനിക്ക് തിരിയുന്നില്ല. ഞാനത് കൂട്ടി നോക്കിയിട്ടൊന്നും ഇതെന്താണ്. ഇത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് മുട്ട ഇപ്പോൾ ഇത് തിളക്കണം. ഒരു മുട്ടയും കൂടി ഇടുന്നുണ്ട്, 2 മുട്ട കിടക്കട്ടെ. മുട്ടെല്ലാം തിളച്ച് ഉഷാറാകുന്നുണ്ട്. ഇത്ര മതിയായിരിക്കും അല്ലേ, ഇതിനെപ്പറ്റി അറിയില്ല. നമ്മുടെ റോസ്റ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളും. ഉള്ളിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു മുളകും കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് റോസ്റ്റ്, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ നമുക്ക് അധികം ഒന്നും വേണം. ഇത് എടുക്കാൻ തോന്നില്ല, ഇത് നല്ല തിളക്കുന്നുണ്ട്. ഇത്ര ഇത് എടുത്ത് വെക്കണം, ഇത് മതി. അവിടെ വെക്കട്ടെ. നമുക്ക് എന്താക്കിന് അടുത്ത ഉള്ളി അരിയുന്ന പരിപാടികളിലേക്ക് കിടക്കാം. പിന്നെ ഇത് വെച്ചിട്ടാണ് അരിയുന്നത്. ഞാൻ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് അരിയുന്ന സംഭവം ഇല്ല. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് അരിയുന്നു. ഓ ഗൈസ്, അപ്പം എന്തായാലും നമ്മൾ ഉള്ളി അരിഞ്ഞിരിക്കേണ്ടതാ. ഉള്ളി നമ്മൾ ഫുൾ അരിഞ്ഞ് കഴിഞ്ഞ് ഒരു പ്ലേറ്റോളം ഉണ്ട്. ഇത്രയും വേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, നാളെ രാവിലെ ഒപ്പിക്കാം. ജസ്റ്റ് ഈ മുളകും കൂടി അരിയണം, അതും കൂടി അരിഞ്ഞ് ബാങ്ക് ചട്ടിയിലിടാം. സത്യം പറയുമോ, ഇതെല്ലാം അരിയുമ്പോഴത്തേക്കില്ലേ കണ്ണുപോയി പോന്ന്. എങ്ങനെയാണ് വീട്ടിൽ ഓർക്കെല്ലാം പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവില്ലേ. ഞാൻ ആകതാ ഇത്ര അരിഞ്ഞിട്ടുള്ളൂ. ഇത്ര അരിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണിന്ന് വെള്ളം, കണ്ണൊന്ന് മൂക്ക് നല്ല ഒലിക്കാൻ തുടങ്ങി. ഗൈസ്, അതിൻ്റെ ഒരു പരിപാടി കൂടി ഞാൻ വിട്ടുപോയി. അതായത് നമുക്ക് എന്താക്കണം, ഈ ചപ്പാത്തി ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആദ്യം ചപ്പാത്തി ചൂടാക്കിയിട്ട് ഇതിൽ തന്നെയാണ് ചപ്പാത്തി ചൂടാക്കുക. കാരണം എന്താ അറിയാം, ഇത് നമ്മൾ ആദ്യം ചൂടാക്കിയില്ല, പിന്നെ കറി ആക്കി കഴിഞ്ഞിട്ട് അതിന് മൊത്തം കറീൻ്റെതാണ് ഉണ്ടാവും. ഞാൻ ഇതാ മേടിക്കല്, അതായത് ഈ സംസമിൻ്റെ ഈ ചപ്പാത്തി ഇല്ലേ, ഈ സംസമിൻ്റെ ഈ ചപ്പാത്തി മേടിക്കല്. കാരണം ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ചെറുതാണ്. വലിയതൊക്കെ ഉള്ള ആൾക്കാർക്ക് മറ്റേത് മേടിക്കുന്നതായിരിക്കും നല്ലത്, പക്ഷേ ഞാനിത് മേടിക്കല്. കാരണം ഇതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇതിൽ ഫില്ലാവുക. എനിക്ക് ഇത്ര ആവാണ്ട് കുറച്ച് കുറക്കാം. ഓക്കെ, നമുക്കിടാം. എടുത്തു നമ്മളെ കയ്യിൽ. ഇതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇണക്കി കൊടുക്കണം. വെച്ചപ്പോൾ തന്നെ കരിഞ്ഞു പോയി. ഇതൊക്കെയാണ് ചില സമയത്ത് പണി കിട്ടുക. അത് ഫുള്ള് ഓവർ ഹീറ്റ് വേണ്ട, കുറച്ച് മതി. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ചില സമയത്ത് ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. പക്ഷേ അത് രസമാണ്. ഇതെല്ലാം ഒരു ഭാഗം കരിഞ്ഞു പോയി ഗൈസ്. പക്ഷെ എന്ത് ചെയ്യും, ഇതെന്താ അടി പിടിച്ചാ. ഫുള്ള് കോമഡിയാണ് കാര്യങ്ങളെല്ലാം. ഓ, ഇതും കരിഞ്ഞ് എന്താ ചെയ്യുക. ഇത് ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ നന്ന്, 2 ഭാഗം കരിഞ്ഞു പോയി. ഇല്ലേ പൊളിച്ചാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചപ്പാത്തി ഇടാം. 3 ചപ്പാത്തിയാണ്. 3 ചപ്പാത്തിയാണ് നമ്മൾ. നേരെ നിൽക്കിയ ചപ്പാത്തി ചെറിയ കരിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഫുൾ ഹീറ്റിലിട്ടിട്ടുകൊണ്ടാന്ന് തോന്നുന്നു.
ഗൈസ് അപ്പോൾ നമ്മളെ ചപ്പാത്തി ശരിയായി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 ചപ്പാത്തി ശരിയായി. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താകണം, ഈ ഉള്ളി ഇല്ലേ, ഉള്ളി ഇതാക്കി എടുക്കുക, റോസ്റ്റ് ആക്കി എടുക്കുക. പക്ഷേ അതിന് മുമ്പ് എന്താകണം, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കണം. ചട്ടി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് നല്ല ഒഴിക്കണം. ഗൈസ് സംഭവം ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. ഓക്കെ, പൊട്ടിക്കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പരിപാടികളുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി, ഇനി നമുക്ക് എന്താക്കാം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ റോസിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒരു ബ്രൗണിഷ് കളറിലേക്ക് ആയിട്ടുണ്ട്. ഏകദേശം സംഭവം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാങ്ങുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഏറെ ശ്രമത്തിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മളെ ഫുഡ് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് കട്ടിലാടാണ് ഒന്നും കൂടി കംഫർട്ട്. ഇത് കണ്ടാ, ഇത് നമ്മൾ ആരാ നോക്കി ഫിറോസ് ഖാൻ. എൻ്റെ മെയിൻ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നേരത്തെ ഉണ്ടാവും ഫിറോസ് ഖാൻ്റെതാ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് ജസ്റ്റായി കണ്ടിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ഫുഡാണെന്നുണ്ടെങ്കിൽ ഫിറോസ് ഖാൻ്റെ വലിയ ഫുഡ് കാര്യമൊക്കെ കാണുമ്പോൾ എന്താവും അത് കണ്ടിട്ട് ഇപ്പോൾ ഈ ചിക്കൻ്റെ എന്തോ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് ചിക്കനും പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല, ഇത് റോസ്റ്റും പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഫുള്ള് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാകതി, ഞാൻ ഫുള്ള് ഇതാക്കാണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഇതുണ്ടാവില്ല, അതായത് ഫുള്ള് പുഴുങ്ങി വരാണ്ട് പിന്നെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഇത് പുറത്തേക്ക് വരുന്ന ആ രീതിയിൽ നോക്കുമ്പോൾ സംഭവം ഫെയിലായി. ഓക്കെ, ജസ്റ്റ് എന്തായാലും ഇനിയിപ്പോൾ കഴിക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തി ഒരു കഷ്ണം എടുക്കുക, റോസ്റ്റിൽ കുറച്ചെടുക്കുക, ചെറിയൊരു കഷ്ണം എഗ്ഗ്, ഇത് കൂട്ടി നമുക്കൊരു പിടി. അപ്പോൾ നമുക്ക് തിരിയും എന്തൊക്കെയാണ് കുറവ് കാര്യങ്ങളല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫുഡ് ശരിയായിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ തള്ളാന്ന് വിചാരിക്കും. സൂപ്പറായിട്ടുണ്ട്. കാരണം ഇപ്പം കുറേ ആയി റൂമിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ ഏകദേശം സെറ്റായി പഠിച്ച പരിപാടിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് കുറച്ച് കൂടിപ്പോയി. എനിക്ക് തോന്നുന്നു വലിയ മുളക് കൂടി കിട്ടീന്. പിന്നെ അതേപോലെ തന്നെ മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലായ പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡൊക്കെ സൂപ്പർ തന്നെയാണ്. നിങ്ങളെ ലൈഫിലൊക്കെ ഇതേപോലെ ഒറ്റക്കൊക്കെ വെച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എവിടെയും പൊട്ടുപോയിട്ടും കാര്യങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ കഴിഞ്ഞാലും ഇനി വീട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ അധികം ഉണ്ടാവില്ല, നമ്മളിവിടെ അധികം തെറിക്കും. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ്റ്റർ മാസ് വ്ളോഗ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിസ്റ്റർ മാസ് റോസ്റ്റ് ചാനൽ നമ്മൾ കോമഡി വീഡിയോസുകൾ പിന്നെ അത് റോസ്റ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ വളരെ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.